2025 JEE അഡ്വാൻസ്ഡ് ഫിസിക്സ് പേപ്പർ 2-ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. ഇത് ഡോപ്ലർ എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ 2 പെൻഡുലങ്ങൾ കാണിച്ചിട്ടില്ലേ? ഇതിലൊരെണ്ണം ഒരു ഓഡിയോ ട്രാൻസ്മിറ്ററാണ്. ഇറ്റ് പ്രൊഡ്യൂസസ് എ സൗണ്ട്. ഒരു ട്രാൻസ്മിറ്റർ, സൗണ്ടിൻ്റെ ട്രാൻസ്മിറ്ററാണ്. ദ അതർ വൺ ഈസ് എ റിസീവർ. ആ സൗണ്ടിനെ റിസീവ് ചെയ്യുന്നതാണ്. ഇത് 2 പെൻഡുലം പോലെ ഇങ്ങനെ സ്വിങ് ചെയ്യുമ്പോൾ one is a source which is in motion, other is a receiver which is in motion. അപ്പോൾ ഇവിടെ ഡോപ്ലർ ഇഫക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് 8 മീറ്റർ തന്നിട്ടുണ്ട്. ഇവിടെ റിലീസ് ചെയ്യുന്ന ആംഗിൾ അവർ തന്നിരിക്കുന്നത് കോസ് ഇൻവേഴ്സ് 0.9 എന്നാണ് ആംഗിൾ തന്നിരിക്കുന്നത്. ട്രാൻസ്മിറ്ററിൻ്റെ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി 60 തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് സൗണ്ട് 330 തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മാക്സിമം വേരിയേഷൻ ഇൻ ദ ഫ്രീക്വൻസി ആസ് മെഷേർഡ് ബൈ ദ റിസീവർ? അതായത് പെൻഡുലം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴേ മോഷൻ ഉള്ളതുകൊണ്ട് ഒറിജിനൽ ഫ്രീക്വൻസി ആയിരിക്കില്ല കേൾക്കുന്നത്. അപ്പാരൻ്റായിട്ട് വേരിയബിൾ ഇൻക്രീസ്, ഹയർ ഫ്രീക്വൻസി കേൾക്കും, ലോവർ ഫ്രീക്വൻസി കേൾക്കും. അപ്പോൾ മാക്സിമം ഡീവിയേഷൻ എന്ന് പറയുമ്പം കേൾക്കുന്ന മാക്സിമം ഫ്രീക്വൻസി മൈനസ് മിനിമം ഫ്രീക്വൻസിയാണ്. എപ്പോഴാണ് ഫ്രീക്വൻസി ഏറ്റവും കൂടുതലാവുന്നതെന്ന് അറിയാമോ? സോഴ്സും ഒബ്സർവറും ഡയറക്റ്റ് ടുവേർഡ്സ് ഈച്ച് അതർ മൂവ് ചെയ്യുമ്പോഴാണ് മാക്സിമം ഫ്രീക്വൻസി കേൾക്കുക. അപ്പോൾ മിനിമം കേൾക്കുന്ന എപ്പോഴായിരിക്കും? അവർ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോഴാണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പെൻഡുലം ഇങ്ങനെ ഒരേപോലെ സ്വിങ് ചെയ്യുമ്പം ഇവർ ഡയറക്റ്റ് ഫോർവേഡ് സ്ട്രെയിറ്റ് ടുവേർഡ്സ് ഈച്ച് അതർ പോകുന്ന എപ്പോഴായിരിക്കും? അത് ഈ പെൻഡുലം ഇവിടെ മിഡിൽ പോയിന്റിൽ വന്ന് ഇങ്ങോട്ട് പോകുമ്പോഴും ആ പെൻഡുലം സൈമൾട്ടേനിയസിൽ ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും. ഇതാണ് മാക്സിമം ഫ്രീക്വൻസി കേൾക്കുന്നത്. ഇനി മിനിമം കേൾക്കുന്നത് എപ്പോഴായിരിക്കും? സെയിം പെൻഡുലം ആഫ്റ്റർ എ സ്വിങ് ആ എക്സ്ട്രീമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കും ഇതിവിടെ നിന്ന് റൈറ്റിലേക്കും പോകുമ്പോഴായിരിക്കും അത് മിനിമം കേൾക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പാരൻറ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എടുക്കാം. അപ്പാരൻറ്റ് ഫ്രീക്വൻസി ഈസ് ഗിവൺ ബൈ റിയൽ ഫ്രീക്വൻസി ഇൻറ്റു വെലോസിറ്റി ഓഫ് സൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ഒബ്സർവർ ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ദ സോഴ്സ്. വി മൈനസ് വി ഒ ബൈ വി മൈനസ് വി എസ്. പക്ഷേ ഇവിടെ ഒരു സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാറുണ്ട്. സൗണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കൂ. ഇതിലെല്ലാം സൗണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ട്രാൻസ്മിറ്റർ ടു റിസീവറാണ്. ആ ഡയറക്ഷനുള്ള വെലോസിറ്റികളൊക്കെ നമ്മൾ എന്തെടുക്കണം? പോസിറ്റീവ് എടുക്കണം. ഓപ്പോസിറ്റ് ആണെങ്കിൽ നെഗറ്റീവ് എടുക്കണം. സോ വെൻ ദേ ആർ മൂവിങ് ടുവേർഡ്സ് ഈച്ച് അതർ ലൈക്ക് ദിസ്, രണ്ടുപേരും സിമെട്രിക്കൽ ആണ്, ഐഡൻറ്റിക്കൽ ആണ്. രണ്ടുപേരുടെ സ്പീഡ് സെയിം ആയിരിക്കും. ക്വാളിറ്റി ഓഫ് വി ഡാഷ്. സോഴ്സിൻ്റെ സ്പീഡും ഒബ്സർവറുടെ സ്പീഡും വി ഡാഷ് ആണ്. ബട്ട് ഹൂ ഈസ് മൂവിങ് ഓപ്പോസിറ്റ് ടു ദ സൗണ്ട്? അത് വി ഡാഷ് അല്ലേ? അപ്പോൾ ന്യൂ അപ്പാരൻ്റ് എന്ന് പറയുന്നത് ന്യൂ ഇൻറ്റു വി മൈനസ് വി ഡാഷ് വിൽ ഗിവ് യു വി പ്ലസ് വി ഡാഷ് ബൈ വി മൈനസ് സോഴ്സ് ഈസ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ, അത് വി മൈനസ്. ഇതാണ് അതിൻ്റെ മാക്സിമം ഫ്രീക്വൻസി. അപ്പം ഞാനിതിനെ ഇവിടെ മാക്സിമം എന്ന് എഴുതാം. ദിസ് ഇസ് ദ മാക്സിമം ഫ്രീക്വൻസി. ജസ്റ്റ് റെഫർ ഡോപ്ലർ എഫക്റ്റ്. മിനിമം ഫ്രീക്വൻസി വരുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? ന്യൂ മിനിമം ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി മൈനസ്. നോക്കൂ, മിനിമം വരുമ്പോഴെന്താ സംഭവിക്കുന്നത്? ഈ വെലോസിറ്റികളുടെ ഡയറക്ഷൻ മാറും. മിനിമം എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങോട്ടും അതങ്ങോട്ടും അല്ലേ പോകുന്നത്. അപ്പം ഒബ്സർവർ ഈസ് മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ സൗണ്ട്, സോ ദാറ്റ് വെലോസിറ്റി ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്, ബട്ട് ദ സോഴ്സ് ഈസ് മൂവിങ് ഓപ്പോസിറ്റ് ടു ദാറ്റ് വൺ, ദാറ്റ് ഈസ് ടേക്കൺ നെഗറ്റീവ്. വി മൈനസ് വി ഡാഷ് വി പ്ലസ് വി ഡാഷ്. ഇതാണ് അതിൻ്റെ മിനിമം ഫ്രീക്വൻസി. സെറ്റല്ലേ? ഇനി നമുക്ക് വേണ്ടത് ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് ആണ്. ഡെൽറ്റ ന്യൂ ഈക്വൽ ടു ന്യൂ മാക്സിമം മൈനസ് ന്യൂ മിനിമം ആണ്. ഇതിൽ കോമൺ ആയ ടൈം ഏതാണെന്ന് നോക്കൂ. ന്യൂ കോമൺ ആണ്, ഒറിജിനൽ ഫ്രീക്വൻസി കോമൺ ആണ്. ദെൻ വാട്ട് യു ഗെറ്റ് ഈസ് വി പ്ലസ് വി ഡാഷ് ബൈ വി മൈനസ് വി ഡാഷ് മൈനസ് വി മൈനസ് വി ഡാഷ് ബൈ വി പ്ലസ് വി ഡാഷ്. ന്യൂ ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് വി പ്ലസ് വി ഡാഷ് സ്ക്വയർ മൈനസ് വി മൈനസ് വി ഡാഷ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? അത് വി സ്ക്വയർ മൈനസ് ബി ഡാഷ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യാം. ന്യൂ ഇൻറ്റു ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ക്യാൻസൽ ആകും. ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ക്യാൻസൽ ആകും. 2vv ഡാഷ് മൈനസ് 2vv ഡാഷ് ഡിവൈഡഡ് ബൈ v square minus v dash square. This will give you nu into
മൈനസ് മൈനസ് 4v ഡാഷ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ മൈനസ് വി ഡാഷ് സ്ക്വയർ. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാവുന്ന ഫൈനൽ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഇനി വേണ്ടത് ഈ വി ഡാഷ് ഈ പെൻഡുലത്തിൻ്റെ മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ മാക്സിമം സ്പീഡ് ഓഫ് ദ പെൻഡുലം? അത് എ ഇൻറ്റു ഒമേഗയാണ്. വാട്ട് ഈസ് എ? ലീനിയർ ആയ ആംപ്ലിറ്റ്യൂഡ് വേണം. ഇതിൻ്റെ ആംഗിൾ തീറ്റയാണ്, ഇതിൻ്റെ ലെങ്ത് എൽ ആണ്. സോ ദ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബിക്കം എൽ ഇൻറ്റു തീറ്റ 0 ഇൻറ്റു പെൻഡുലത്തിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി റൂട്ട് ജി ബൈ എൽ ആണ്. ദിസ് വിൽ ഗിവ് യു റൂട്ട് എൽ rather തീറ്റ 0 മാത്രമാണ് പുറത്തുണ്ടാവുന്നത്. ദിസ് വിൽ ഗിവ് യു റൂട്ട് ഓഫ് ജി എൽ ഇൻറ്റു തീറ്റ 0. ഇതാണ് വി ഡാഷ്. ബട്ട് ഹൗ ടു ഫൈൻഡ് തീറ്റ 0? ഇറ്റ്സ് ഗിവൺ ദാറ്റ് കോസ് തീറ്റ ഈക്വൽ ടു 0.9. ഇതിൽ നിന്ന് തീറ്റ 0 കണ്ടുപിടിക്കാൻ എന്താണ് വഴി? കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കോസ് തീറ്റയുടെ സീരീസ് എടുത്ത് നോക്കണം. വി നോ ദാറ്റ് കോസ് തീറ്റ, ഞാൻ ഇവിടെ എഴുതാം, cos theta 0 equal to 1 minus theta 0 square by 2 factorial plus theta 0 raised to 4 by 4 factorial minus etc. ഇതിൽ സെക്കൻഡ് ടേം ഓൺവേർഡ്സ് തീറ്റ മസ്റ്റ് ബി cos 0 അല്ലേ 1, ഇത് 0.9 അല്ലേ, തീറ്റ ഈസ് വെരി സ്മോൾ. സോ ദ ഫോർത്ത് പവർ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം, ടേക്ക് ഓൺലി ദ ഫസ്റ്റ് 2. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 minus theta 0 square by 2, which implies that theta 0 square by 2 equal to 1 minus 0.9. 1 minus 0.9 എത്രയാ? 0.1 കിട്ടും. theta 0 square will be equal to 0.2, which is equal to 2 by 10, which is equal to 1 by 5. സോ തീറ്റ 0 ഈക്വൽ ടു 1 ബൈ റൂട്ട് 5 ആക്കും. ഞാനത് റൂട്ട് ആക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇതാ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ മാക്സിമം വെലോസിറ്റി ഇക്വേഷൻ ഉണ്ട്, അവിടെ റൂട്ട് ഉണ്ടാക്കി. ഓക്കെ, സോ വാട്ട് ഈസ് ദ മാക്സിമം വെലോസിറ്റി വി ഡാഷ് ഈക്വൽ ടു? ദാറ്റ് ഈസ് ഗിവൺ ബൈ റൂട്ട് ജി എൽ ഇൻറ്റു തീറ്റ 0 അല്ലേ. റൂട്ട് ജിയുടെ വാല്യൂ ക്വസ്റ്റനിൽ 10 തന്നിട്ടുണ്ട്, എല്ലിൻ്റെ വാല്യൂ 8 തന്നിട്ടുണ്ട്, ഇൻറ്റു 1 ബൈ റൂട്ട് 5 ആണ്. This is root of 80 divided by 5. 80 by 5 16 ആണ്, അതിൻ്റെ റൂട്ട് എത്രയാണ്? 4 ആയിട്ടുന്നത്. സോ ദ മാക്സിമം സ്പീഡ് ഓഫ് ദ പെൻഡുലം, ദ റിസീവർ ആൻഡ് ദ ട്രാൻസ്മിറ്റർ ഈസ് ജസ്റ്റ് 4 meter per second, whereas speed of sound is 330 meter per second. So let us come back to this equation here. ഇവിടോട്ട് വന്നേ. ഇവിടെ ഈ വി എന്ന് പറയുന്നത് സൗണ്ടിൻ്റെ സ്പീഡായി 330 ആണ്, വി ഡാഷ് എന്ന് പറയുന്നത് 4 ആണ്. 330 സ്ക്വയർ നോക്കൂ, 330 സ്ക്വയർ മൈനസ് 4 സ്ക്വയറിൽ 4 സ്ക്വയർ നെഗ്ലക്റ്റ് ചെയ്തുകൂടെ? അതുകൊണ്ട് ഞാനിതൊക്കെ ഇറേസ് ചെയ്യുവാണ്. ഐ ഹോപ്പ് യു ക്യാൻ മെമ്മറൈസ് ദിസ്. ഇത് ഇറേസ് ചെയ്യാം. എന്നിട്ട് ഡെൽറ്റ ന്യൂ ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. 4v ഡാഷ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ മൈനസ് വി ഡാഷ് സ്ക്വയർ അല്ലേ, അതിനെ 4v ഡാഷ് എഴുതിയിട്ട് ഈ വി ഡാഷ് സ്ക്വയർ നെഗ്ലക്റ്റ് ചെയ്യുക, വി സ്ക്വയർ കിട്ടും. So what happens? One of this we cancel, so that is 4v dash by v ആകട്ടെ. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻറ്റു ന്യൂ ഉണ്ട്, ഓഫ് കോഴ്സ് എല്ലാത്തിലും ഒരു ന്യൂ ഉണ്ടായിരുന്നു, അത് ഇവിടെയുണ്ട്, ന്യൂ ഉണ്ട്. ദർ ഈസ് എ ന്യൂ ഹിയർ. 4 ഇൻറ്റു വി ന്യൂ, ഈ വി ഡാഷ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് എത്രയാണ്? 4 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് വി, ദറ്റ് ഈസ് ഈക്വൽ ടു 330 ഇൻറ്റു ഫ്രീക്വൻസി ഓഫ് ദ സോഴ്സ് ഈസ് ഗിവൺ 660. സോ ഇൻറ്റു 660 ആണ്. 330 ഇവിടെ എത്ര ടൈംസ് ആണ് പോകുന്നത്? 2 ടൈംസ് പോകും. 4 ഇൻറ്റു 4 16 ഇൻറ്റു 2 എത്ര കിട്ടുന്നത്? 32 കിട്ടും. 32 ഹേർട്സിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ തോന്നുന്നത്. ഇത് അപ്രോക്സിമേറ്റ് ആണ്, കാരണം കോസ് തീറ്റ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തതാണ്. സോ ദിസ് ഈസ് ആൻസർ 32 ആണ്. അപ്പോൾ നോക്കൂ, ട്രിഗണോമെട്രി, സീരീസ്, ഡോപ്ലർ എഫക്റ്റ്, കോമ്പിനേഷൻ. നൈസ് ക്വസ്റ്റ്യൻ. കുട്ടികൾക്ക് ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും. താങ്ക് യു സോ മച്ച്.